ഞങ്ങൾ ക്രിസ്മസ് വെക്കേഷനിൽ ഒരു ചെറിയൊരു ട്രിപ്പ് പോയി. തൃശ്ശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുട വഴി തിരിഞ്ഞ് കഴിഞ്ഞിട്ട് മൂന്നുപിടിക എന്ന സ്ഥലത്തൊരു സീഷോർ ഫാമുണ്ട്. അപ്പോൾ ഞങ്ങൾ യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് കേട്ടിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സീഷോർ ഫാമിൻ്റെ എൻട്രൻസ്. ഇതിൽ നമ്മൾ ചെന്നു, കാറൊക്കെ പാർക്ക് ചെയ്തു. ഇതാണ് പാർക്കിംഗ് സ്ഥലം. ഒരു നല്ലൊരു ഫാമാണ്, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ വരുന്ന ഇതിൽ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഞാനിതൊരു 2-3 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്, ലെങ്ത് ചെയ്തുകൊണ്ട്. പിള്ളേരൊക്കെ പാർക്ക് കാണാനുള്ളൊരു ഇൻട്രസ്റ്റിലാണ് കേട്ടോ. ഞങ്ങൾ കേറിഷിലാണ്. ഇതിലാണ് നമ്മൾ കടന്ന് ചെല്ലുന്നത്. ഇതാണ് എൻട്രൻസ്. ഇതിൽ നമ്മൾ നേരെ നടന്ന് ഫാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നഴ്സറി സെറ്റപ്പൊക്കെ ഉണ്ട്, ചെടികളുണ്ട്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണ് കേട്ടോ ഇത്. ഒരു കനാൽ പോലെ അവരിങ്ങനെ കോരി ഇതിലിങ്ങനെ ബോട്ട് സർവീസൊക്കെ നടത്തുന്നുണ്ട്. റേറ്റൊക്കെ വളരെ കുറവാണ്. ബോട്ടിങ്ങിനൊക്കെ 50 രൂപ ഒരാൾക്കൊക്കെ ഉള്ളൂ. അതുപോലെ ഇതാണ് ട്രെയിൻ ഉണ്ട്, ഫാം ചുറ്റി കാണിക്കാനുള്ള ട്രെയിനാണിത്. ഇതിൽ നമുക്ക് ഫാം മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ട് വരാം. ഓരോരുത്തർക്കും 30 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഈ കുളത്തിൽ നിറയെ മീനുകളൊക്കെ ഉണ്ട്. ഈ ഫ്രണ്ടിൽ ഈ ട്രെയിൻ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. വളരെയധികം റൈഡ്സ് ഇല്ലെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് റൈഡുകൾ ഇതിലുണ്ട്. ഇപ്പം ഞങ്ങൾ പാർക്കൊക്കെ അവസാനമാണ് കയറിയിട്ടുള്ളത്. ആദ്യം ഞങ്ങൾ ട്രെയിനിൽ ഒന്ന് ചുറ്റിക്കറങ്ങാനുള്ള പ്ലാനാണ്. ഫാമൊക്കെ ഒന്ന് കാണാനുള്ള ഒരു പരിപാടിയാണ്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് സ്പേസ് ഉണ്ട്. നല്ല രസകരമാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും അധികം ചിലവൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെയാണെങ്കിൽ കുറച്ച് ബേർഡുകളൊക്കെ ഉണ്ട്. പല വിധത്തിലുള്ള പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിന് വേണ്ടിയിട്ടുള്ള ഹോഴ്സാണ്. ഒരാൾക്ക് 100 രൂപയാണ് ഹോഴ്സ് റൈഡിങ്ങിന് ഉള്ള ചാർജ്. ഇത് ബോട്ട് സർവീസാണ്. ഇതിന് 100 രൂപ, അല്ല 50 രൂപ ഓരോരുത്തർക്ക്. ഇതിൽ നിന്ന് റൗണ്ട് അടിച്ച് വരാൻ ഒരു കനാൽ പോലെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് വരാനായിട്ട് പറ്റും. പെഡൽ ബോട്ടാണ്. ഇതാണ് നമ്മൾ ഫാം ചുറ്റിക്കറങ്ങാനായിട്ട് പോകുന്ന ട്രെയിൻ കേട്ടോ. നല്ല രസമാണ്. യൂട്യൂബിൽ അലർജി ഉണ്ട്, ഛർദിക്കാൻ. ഒരു മണിക്കൂർ എനിക്ക്
ബോട്ടിൽ പോണം. നമ്മൾ ട്രെയിനിൽ ഫാം ചുറ്റിക്കറങ്ങുമ്പോഴേ തുടക്കത്തിൽ തന്നെ ഈ പാർക്കിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇവിടെ പാർക്ക് നമുക്ക് കാണുമ്പോൾ വലിയ വലിയ സ്ലൈഡുകളൊക്കെ ഉണ്ട്. അതുപോലെ ഒരുപാട് കളി ഉപകരണങ്ങളൊന്നുമില്ല, എങ്കിലും വ്യത്യസ്തമായ സ്ലൈഡാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പാർക്കിൻ്റെ മതിലിൽ ഓരോ ജീവികളിനെയൊക്കെ ഉണ്ടാക്കി വെച്ചത് കണ്ടാൽ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കാണുന്നത് പശുക്കളുടെ വലിയ തൊഴുത്താണ് കേട്ടോ. ഒരുപാട് പശുക്കളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നായ്ക്കളുടെ കൂടുകളൊക്കെ കാണാം. ഒരുപാട് നായ്ക്കളും ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് നായ്ക്കളുടെ കൂടാണ്. ഒരുപാട് നായ്ക്കൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിൽ മുഴുവൻ നായ്ക്കളാണ് കേട്ടോ. ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് കുതിരകളുടെ സ്ഥലത്തേക്കാണ്. കുതിരകളെ വളർത്തുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ഒരുപാട് കുതിരകളുണ്ട്, ഒട്ടകമുണ്ട്. ഭയങ്കര രസം. നമുക്ക് കുട്ടികൾക്ക് ഇതൊക്കെ പുതിയൊരു അനുഭവം തന്നെയാണ്. ഇവിടെ ജയൻറ്റ് വീലൊക്കെ ഉണ്ട്. ചാർജൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. 50 രൂപയാണെന്ന് തോന്നുന്നു ഒരാൾക്ക്. നമ്മൾ പിന്നെ ട്രാൻസ്ഫർ
ഞങ്ങളെ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞു. ഫാം ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് വിശദമായിട്ട് കാണാം. അടുത്ത പാർട്ട് എന്തായാലും കാണണേ.